KTU ഡിജിറ്റൽ വിസി നിയമനത്തിൽ ഗവർണറെ പ്രതിസന്ധിയിലാക്കി മുഖ്യമന്ത്രി തയ്യാറാക്കിയ പരിഗണനാ പട്ടിക. മുഖ്യമന്ത്രിയുടെ മുൻഗണനാ ലിസ്റ്റിൽ പഴയ വിസിമാരായ സജി ഗോപിനാഥും MS രാജശ്രീയും പട്ടികയിൽ താഴെയാണ്. അക്കാദമിക് യോഗ്യതയുള്ളവർക്ക് പരിഗണന നൽകിയാണ് മുഖ്യമന്ത്രി പട്ടിക തയ്യാറാക്കിയത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരും. വിജിൻ, ഇപ്പോൾ ഗവർണറുടെ ലിസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു പരിഗണനാ പട്ടികയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലാണ്, ആരൊക്കെയാണ് ഈ പട്ടികയിലുള്ളത്? അമൃത, കഴിഞ്ഞ 8, 9, 10, 11 തീയതികളിലായിട്ടാണ് ടെക്നിക്കൽ സർവകലാശാലയിലെയും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലെയും VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി അഭിമുഖങ്ങൾ നടത്തിയത്. സർക്കാർ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപേക്ഷ നൽകിയ ആളുകളിൽ നിന്നുള്ള അഭിമുഖമാണ് പൂർത്തിയാക്കിയത്. ഇതിനുശേഷം സുപ്രീം കോടതി നിയോഗിച്ച സുധാംശു ദൂലിയ, അദ്ദേഹം ചീഫ് ജസ്റ്റിസാണ്. ജസ്റ്റിസ് ആയ സുധാംശു ദൂലിയ അധ്യക്ഷനായ ഒരു സമിതിയായിരുന്നു ഈ അഭിമുഖം നടത്തിയത്. അതിനുശേഷം 4 വീതം പേരടങ്ങുന്ന ലിസ്റ്റാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഇതിൽ പ്രയോറിറ്റി തീരുമാനിച്ച് ഗവർണർക്ക് മുഖ്യമന്ത്രി ലിസ്റ്റ് കൈമാറണം എന്നുള്ളതാണ് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഗൾഫ് യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്, പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയത്. ആ ലിസ്റ്റിൽ ആണ് കഴിഞ്ഞ മുൻ സർക്കാർ, അതായത് LDF സർക്കാർ തന്നെ നിയോഗിച്ച സജി ഗോപിനാഥ്, ഡിജിറ്റൽ സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലറായിരുന്നു. ഒപ്പം തന്നെ MS രാജശ്രീ, അവർ ടെക്നിക്കൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്നു. ഇവർ രണ്ടുപേരുടെയും പേരായിരിക്കും മുൻഗണനാക്രമത്തിൽ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചതെങ്കിൽ ഇതിൽ താഴേക്ക് മാറ്റിക്കൊണ്ട് മറ്റൊരു 2 പേരുകളാണ് നിലവിൽ മുഖ്യമന്ത്രി ഒന്നാമതായി ചേർത്തിട്ടുള്ളത്. ആ പട്ടികയാണ് ഗവർണർക്ക് കൈമാറാൻ പോകുന്നത്. അക്കാദമിക് യോഗ്യത കൂടുതൽ ഉള്ളവരെ നിയോഗിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഇത് പ്രതിസന്ധിയിലാകാൻ പോകുന്നത് ഗവർണറെ തന്നെയാണ്. കാരണം ഇത്രയും അക്കാദമിക് പരമായി ഈ ലിസ്റ്റിൽ ഏറ്റവും മുൻഗണനയുള്ള ആളുകൾക്ക് തന്നെ മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിച്ച് നൽകുമ്പോൾ അത് വെട്ടാൻ ഗവർണർക്ക് കഴിയാനുള്ള സാധ്യതയില്ല. കാരണം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത് ഏതെങ്കിലും തരത്തിൽ ഈ ലിസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ആ എതിരഭിപ്രായം നോട്ടായി രേഖപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് ലിസ്റ്റ് തിരികെ നൽകണം എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയും എന്നും വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ നിയമനത്തിന് അപ്പുറം ഏറ്റവും കൂടുതൽ അക്കാദമികമായി യോഗ്യതയുള്ള ആളുകളുടെ പേര് തന്നെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായി ഉൾപ്പെടുത്തുമ്പോൾ അതിൽ മറ്റൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഗവർണർക്ക് കഴിയാത്ത വിധമുള്ള ലിസ്റ്റാണ് നിലവിൽ മുഖ്യമന്ത്രി തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നോ നാളെയോ ആയി ഒരുപക്ഷെ ഈ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഗവർണർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ ലിസ്റ്റിൽ നടത്താൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ലിസ്റ്റ് 2 സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരായി മുഖ്യമന്ത്രി നൽകുന്ന, പ്രയോറിറ്റി നിശ്ചയിച്ച് നൽകുന്ന ലിസ്റ്റിൽ നിന്ന് തന്നെ ആളെ തീരുമാനിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറക്കുന്നത്.